നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. തിരുവെഴുത്ത് പറയുന്ന ജീവജല നദികൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അതുവരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യെരുശലേം ദേവാലയത്തിൽ കൂടാരപ്പെരുന്നാളിന് എത്തിയ യേശു ദേവാലയത്തിനകത്ത് കയറി ജനത്തെ ഉപദേശിച്ചു. പലരും യേശുവിനോട് തർക്കിക്കാൻ വന്നു, യേശുവിനെ പിടിക്കാൻ വന്നു. പക്ഷെ ആർക്കും പിടിക്കാൻ കഴിഞ്ഞില്ല. യേശു ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് പെരുന്നാളിന് വന്ന ആളുകൾ തിരിച്ചു പോകാനായിട്ട് ആരംഭിക്കുകയാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളാണ്. 7 ദിവസമാണ് ഉത്സവമുള്ളത്. ഒരുപക്ഷെ ഇത് 8-ാം ദിവസമായിരിക്കാം, അല്ലെങ്കിൽ 7-ാം ദിവസത്തിൻ്റെ വൈകിയ വേളയിലായിരിക്കാം. ആളുകൾ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ഈ 7 ദിവസങ്ങളിൽ അവർ ചെയ്ത ഒരു പ്രധാന കാര്യമുണ്ട്. ഈ ദേവാലയത്തിനടുത്തുള്ള ശീലോഹാം കുളത്തിലെ വെള്ളം അവർ കോരിക്കൊണ്ടുവന്ന് പ്രാകാരത്തിലെ തൊട്ടിയിൽ അവർ ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് അവിടെ നിന്ന് അവർ ആ പുണ്യവെള്ളമാണെന്ന് സങ്കല്പിച്ച് അത് കുടിക്കുകയാണ്. ചിലരത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഈ 7 ദിവസം ഈ വെള്ളം കുടിച്ചിട്ട് അവർക്കൊരു സംതൃപ്തിയും ഉണ്ടായിട്ടില്ല. ശമരിയാസ്ത്രീയുടെ കാര്യം 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. യാക്കോബ് തൻ്റെ മകനായ യോസേഫിന് കൊടുത്ത നിലത്തിലെ ആ കിണറ്റിലെ വെള്ളം, ആ പൊട്ടക്കിണറ്റിൽ കിടന്നാണ് യോസേഫ് കരഞ്ഞത് എന്നാണ് ഒരു സങ്കല്പം. അപ്പോൾ ആ കിണറ്റിലെ വെള്ളം കോരി കുടിച്ചാൽ പുണ്യം കിട്ടും, വീട്ടിലുള്ളവർക്ക് കൊണ്ട് കൊടുത്താൽ അവർക്കും അനുഗ്രഹം ഉണ്ടാകും എന്നാണ് ശമര്യർ വിചാരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ യഹൂദർ വിചാരിക്കുന്നത് ശീലോഹാം കുളത്തിലെ വെള്ളം കോരി കൊണ്ടുവന്ന് യെരുശലേം ദേവാലയത്തിൻ്റെ പ്രാകാരത്തിലെ ആ തൊട്ടിയിൽ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ഉള്ള വെള്ളം കോരി കുടിച്ചാൽ പുണ്യം കിട്ടുമെന്നാണ്. പക്ഷേ 7 ദിവസം കുടിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല. അവർ നിരാശയോടെ മടങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യെരുശലേം ദേവാലയത്തിലെ യാഗപീഠത്തിൻ്റെ അടുക്കലുള്ള ഈ തൊട്ടിയിൽ നിന്ന് നിങ്ങൾ കുടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശീലോഹാം കുളത്തിലെ വെള്ളം കുടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ഇത് മഹാപുരോഹിതന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാരോ മൂപ്പന്മാരോ ഒക്കെ കേട്ടാൽ അടിച്ചു കൊല്ലും. കാരണം അവർ വളരെ പരിപാവനമായി കരുതുന്ന കുളമാണ് ശീലോഹാം കുളം. പരിപാവനമായി കരുതുന്ന തൊട്ടിയാണ് പിച്ചളത്തൊട്ടി. ഈ ആചാരമൊക്കെ അവർ വളരെ പരിപാവനമായി കരുതുന്നു. നൂറ്റാണ്ടുകളായിട്ട് അത് ആളുകൾ ആചരിച്ചു പോരുകയാണ്. ദൈവം പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അവർ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതാണ്. അതിനെ ആളുകൾ അന്ധമായിട്ട് അനുകരിക്കുകയാണ്. പക്ഷെ അവർക്ക് യാതൊരു ആത്മീയ തൃപ്തിയും ഉണ്ടാകുന്നില്ല. അതും അവർ പിന്നെ ദാഹത്തോടെ മടങ്ങുകയാണ്. അത് മനസ്സിലാക്കി യേശു പറയുകയാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞുള്ള ജീവജലത്തിന് നദികൾ ഒഴുകും. അപ്പോൾ ബൈബിളിലെ പഴയ നിയമത്തിൽ യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ കൂട്ടത്തോട് ചെയ്യാൻ പോകുന്ന നിയമം ഇതാണ്: എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ അവരെ ഞാൻ നടക്കും. കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം ഞാൻ അവർക്ക് നൽകും എന്നെഴുതിയിട്ടുണ്ട്. എൻ്റെ ആത്മാവ് ഞാൻ അവരുടെ മേൽ നിർമ്മല ജലം തളിക്കും, അവർ നിർമ്മലരായിത്തീരും. അതുപോലെ യോവേൽ പ്രവചനം 2:28 എഴുതിയിട്ടുണ്ട്: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ
വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അതുപോലെ യെശയ്യാപ്രവചനം 55:1 ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ വന്നു കുടിക്കുവീൻ എന്ന് യെശയ്യാപ്രവചനം 55:5 എഴുതിയിട്ടു. അങ്ങനെ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ആത്മദാഹത്തിന് പരിഹാരമുണ്ടാകും, ആത്മീക തൃപ്തി ഉണ്ടാകും എന്ന് മാത്രമല്ല, അവരനേകർക്ക് ആത്മീക തൃപ്തി നൽകുന്ന നദി പോലെ, ഒരു നദി ആളുകൾക്ക് കുളിക്കാനും കുടിക്കാനും അതുപോലെ അവരുടെ കാർഷികാഭിവൃദ്ധിക്കും മൃഗസമ്പത്തിനും എല്ലാം പ്രയോജനപ്പെടുന്നതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ നദി പോലെ അല്ലെങ്കിൽ നദികളെപ്പോലുള്ള അനുഗ്രഹ സമൃദ്ധിയുള്ളവരാകും എന്നാണ് ഇവിടെ യേശു വിളിച്ചു പറയുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സമയത്ത് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അങ്ങനെയുള്ളവരുടെ ഉള്ളിലേക്ക് അയക്കുകയാണ്. അതിനാലാണ് അവർ ആത്മാവിൻ്റെ ഫലമുള്ളവരായി സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, പരോപകാരം, ഇന്ദ്രിയജയം ഇതൊക്കെ ഉള്ളവരായി തീരുന്നത്. പരോപകാരം, മറ്റുള്ളവർക്ക് നന്മ. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവർ മറ്റുള്ളവർക്ക് ഉപകാരികളായിട്ട് തീരും, നദി പോലുള്ള അനുഗ്രഹം അവർക്കുണ്ടാകും എന്ന് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു വളരെ ധൈര്യത്തോടെ തന്നെ പിടിക്കുമെന്നോ കൊല്ലുമെന്നോ ഭയപ്പെടാതെ നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് ആത്മീയ ജീവിതത്തിന് അവർ പ്രാപ്തരായിത്തീരുന്നു. അവർ മറ്റുള്ളവർക്ക്, സമൂഹത്തിന് പ്രയോജനമുള്ളവരായിത്തീരുന്നു. ദൈവം ഏവരെയും അതിന് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.